ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 233. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുഭാഗം 9 സൂക്തം 85. ഇത് രാജയക്ഷ്മ രോഗത്തെ പറ്റിയാണ് പറയുന്നത്. അത് ക്ഷയരോഗം. ക്ഷയരോഗത്തെ പറ്റിയുള്ള ചില അപ്പോൾ ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ചികിത്സയായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം അത് മരുന്നുകളെ കൊണ്ടെല്ലാം മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള രോഗത്തിൽപ്പെടുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചില പരാമർശങ്ങളാണ് ഈ സൂക്തത്തിലൂടെ നടത്തുന്നത്. എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഹരി ഓം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 9 സൂക്തം 85. ഋഷി അഥർവൻ ദേവത വനസ്പതി ഛന്ദസ് അനുഷ്ടുപ്പ്. വരണോ വാരയാത അയം ദേവോ വനസ്പതി യക്ഷ്മോ യോ അസ്മിന്നാവിഷ്ടസ്തമോ ദേവ അവീവരൻ ഇന്ദ്രസ്യ വർച്ചസ വയം മിത്രസ്യ വരുണസ്യ ച ദേവാനാം സർവേഷാം വാചായക്ഷ്മം തേ വാരയാമഹേ യഥാവൃത്ര ഇമാ ആപസ്തസ്തംഭ വിശ്വധായതീഃ ഏവാ തേ അഗ്നിന വൈശ്വാനരേണ വാരയേ. ഭാവാർത്ഥം: ഈ വരുണവൃക്ഷമണിയാൽ ഈ പുരുഷന്റെ രാജയക്ഷ്മരോഗം മാറട്ടെ. അതിനായിട്ട് ഇന്ദ്രൻ മുതലായ ദേവകൾ ശ്രമിക്കട്ടെ. ഇന്ദ്രൻ, മിത്രൻ, വരുണൻ മുതലായവരുടെ ആജ്ഞപ്രകാരം ഇത് ധരിക്കുന്നവന്റെ ക്ഷയരോഗം മാറും. ത്വഷ്ടാവിൻ്റെ പുത്രനായ വൃത്രാസുരൻ ജലത്തെ തടഞ്ഞു നിർത്തിയ പോലെ ഞാൻ നിന്നിലെ ക്ഷയരോഗത്തെ അഗ്നിമുഖേന തടയുന്നു. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വരുണവൃക്ഷമണിയാൽ, വരുണവൃക്ഷത്തിൽ നിന്ന് കിട്ടുന്ന മരുന്നാണ് ഉദ്ദേശിക്കുന്നത്. വരുണവൃക്ഷം എന്ന് പറയുന്നത് ആയുർവേദത്തിലുള്ള ഒരു ചെടിയാണ്. ആ വരുണവൃക്ഷത്തിൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ചവപ്പാണ്. അതിൽ ചുവപ്പ് പൂക്കളാണ് ഉണ്ടാവുക, അതിനകത്തുള്ള കായ്കളെല്ലാം. അപ്പം അത്തരം വരുണവൃക്ഷത്തിൻ്റെ നിന്ന് കിട്ടുന്ന മരുന്നുകളാൽ ഈ പുരുഷൻ്റെ രാജയക്ഷ്മ രോഗം മാറട്ടെ എന്ന് പറയാണ്. അപ്പം ആ മരുന്ന്, ആ ചെടിയിൽ നിന്ന് കിട്ടുന്ന മരുന്നിന് ഈ ക്ഷയരോഗത്തെ മാറ്റാനുള്ള കഴിവുണ്ട് എന്ന് പറയുകയാണ്. അതിന് ഇന്ദ്രൻ മുതലായ ദേവകൾ ശ്രമിക്കട്ടെ. ഇന്ദ്രനാണ് അതിന് ശ്രമിക്കേണ്ടത്. ഇന്ദ്രൻ മുതലായ ദേവകൾ. ദേവകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോൾ മരുന്ന് ദേവതയാണ്. അതിൻ്റെ കൂടെ വെള്ളവും കൂടിയാണ് കഴിക്കുന്നത്. വെള്ളം ദേവതയാണ്. ഇതെല്ലാം ശരീരത്തിൽ കയറുന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശക്തിയിലെല്ലാം പങ്കെടുക്കുന്ന ഇപ്പോൾ രക്താണുക്കളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ദേവതകളാണ്. അതെല്ലാം കൂടിയിട്ട് അതിനെല്ലാം ഏകോപിപ്പിക്കുന്ന ശക്തിയാണ് ഇന്ദ്രൻ. ഇന്ദ്രനെല്ലാം കൂടിയിട്ടാണ് മരുന്നിൻ്റെ സഹായത്താൽ രോഗത്തെ മാറ്റേണ്ടത്. അപ്പം ഇന്ദ്രനാണ്. അപ്പോൾ നമ്മൾ മരുന്ന് കഴിക്കുമ്പോഴും മരുന്നിൽ അവിടെ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ അങ്ങനെ നമ്മളെ കൊണ്ട് ചികിത്സിപ്പിക്കാൻ, രോഗം മാറ്റാൻ പറ്റുന്ന പ്രവൃത്തികൾ നടക്കുമ്പോൾ അവിടെയെല്ലാം ഇന്ദ്രനാണ് ഏകോപിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ദ്രന് ആ രോഗത്തെ മാറ്റാനുള്ള കഴിവുണ്ട്. മരുന്നുകൾ, അനുയോജ്യമായ മരുന്നുകൾ ശാസ്ത്രീയമായി നൽകിക്കഴിഞ്ഞാൽ അവിടെ രക്താണുക്കളെല്ലാം ഉണ്ട്. ഈ മരുന്നുകളുടെ സഹായത്താലെല്ലാം ആ രോഗത്തെ ഇന്ദ്രന് മാറ്റുവാൻ പറ്റും. ഇന്ദ്രൻ മാത്രം പോരാ, ഇന്ദ്രനും മിത്രനും വേണം. ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ അതിനെ ഏകോപിപ്പിക്കുന്ന ശക്തി. മിത്രൻ എന്ന് പറയുന്ന അനുകൂലമായ സാഹചര്യം, മിത്രത, ഫ്രണ്ട്സ്, നമ്മളെ സഹായിക്കുന്നവർ. അപ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടാകും. അതിൻ്റെ അർത്ഥം ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ പഥ്യം പ്രധാനമാണ്. ആ മരുന്നുകൾ കഴിക്കുന്നതോടൊപ്പം വരുണൻ എന്നത് മരുന്നാണ്. വരുണവൃക്ഷത്തിൻ്റെ മരുന്നെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. വരുണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളാണ്, രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്ന ഓർബിറ്റുകളാണ്. അതെല്ലാം മരുന്നുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം മരുന്നും അനുകൂലമായ സാഹചര്യങ്ങളും അതിനെ ഏകോപിപ്പിക്കുന്ന ഇന്ദ്രനും എല്ലാം കൂടിയിട്ടാണ് മൂലാവരുടെ ആജ്ഞപ്രകാരം ഇത് ധരിക്കുന്നവൻ്റെ ക്ഷയരോഗം മാറും. അവരെല്ലാം പറയുന്ന അനുസരിച്ച് വേണം ഇതിനെ സ്വീകരിക്കുക.
ധരിക്കുവാനെന്ന് പറയുമ്പോൾ സ്വീകരിക്കുക. ഈ മരുന്ന് കഴിക്കുന്നത് വെറുതെ മരുന്ന് കഴിച്ചുകൊണ്ടായില്ല, അതിന് ശരിയായ പഥ്യങ്ങളുണ്ട്. ആ ക്രമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കണം. അപ്പോൾ ക്ഷയരോഗം മാറും. അത് ക്ഷയരോഗം മാറാൻ പറ്റാത്ത രോഗമെന്ന് നമ്മൾ ധരിച്ചു വെച്ച്, പണ്ടുള്ളവർക്കൊന്നും ക്ഷയരോഗം മാറില്ല, മാറ്റാൻ പറ്റില്ല എന്നുള്ള ചിന്തയായിരുന്നല്ല. ക്ഷയരോഗം മാറുമെന്ന് തന്നെയാണ് പറയുന്നത്. ക്ഷയരോഗം മാറ്റാൻ പറ്റും, പക്ഷേ അതിന് ചില പഥ്യങ്ങളുണ്ട്. ഇന്ന ഭക്ഷണമല്ല, അതിന് വേണ്ട ഭക്ഷണങ്ങൾ കഴിക്കണം, അതിനുള്ള മരുന്ന് കഴിക്കണം, ആ പഥ്യം ശരിക്ക് ഫോളോ ചെയ്യണം. ത്വഷ്ടാവിൻ്റെ പുത്രനായ വൃത്രാസുരനാൽ ജലത്തെ തടഞ്ഞു നിർത്തിയതുപോലെ, ത്വഷ്ടാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ സൂര്യനായിട്ട് പുത്രനായ വൃത്രാസുരൻ. വൃത്രാസുരൻ എന്ന് പറയുമ്പോൾ ആറ്റങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. അത് ജലത്തെ പിടിച്ചു നിർത്തുന്നത് പോലെ ആറ്റങ്ങൾക്ക് ജലത്തെ തടഞ്ഞു നിർത്തുവാനാകും. അത് പിന്നെ വൃത്രാസുരനും ജലവും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയെല്ലാം പിന്നീട് പറയും. അതൊരു രാസപ്രവർത്തനത്തിലൂടെയാണ് ജലത്തെ എല്ലാം തടഞ്ഞു നിർത്താൻ പറ്റുന്നത്. അതുപോലെ ഒരു ഉപമയും പറയും. എന്ത് പറയുമ്പോഴും ചില ഉപമകൾ വെച്ചിട്ടാണ്. പക്ഷേ വൃത്താസുരനും ജലവുമായിട്ടുള്ള ബന്ധമെല്ലാം പറയാതെ നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. അത് പിന്നീട് വരാം. വൃത്രാസുരനെ പറ്റിയെല്ലാം പറയുന്നിടത്ത് അതിനെപ്പറ്റി വിസ്തരിച്ച് പറയും. അത് ഇവിടെ ഒരു വിഷയമല്ല, ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഉദാഹരണത്തിൽ കയറി നമ്മളധികം പിടിക്കണ്ട. ഞാൻ നിന്നിലെ ക്ഷയരോഗത്തെ അഗ്നിമുഖേന തടയുന്നു. അഗ്നിമുഖേന തടയുന്നു എന്ന് പറഞ്ഞാൽ അപ്പം നേരത്തെ നമ്മൾ എന്തെല്ലാം പറഞ്ഞു കഴിഞ്ഞു? ഇന്ദ്രം വേണം, ഏകോപിപ്പിക്കുന്ന ശക്തി വേണം, മിത്രത വേണം, അനുകൂലമായ സാഹചര്യങ്ങൾ വേണം, അതായത് ശരിയായ പഥ്യമെല്ലാം പ്രയോഗിക്കണം. പിന്നെന്ത് വേണം? വരുണൻ വേണം, വരുണവൃക്ഷത്തിൻ്റെ എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ഓർബിറ്റൽ രാസപ്രവർത്തനങ്ങളിലൂടെയാണ് അത് നടക്കുന്നത്. അപ്പം അത്തരം രാസപ്രവർത്തനങ്ങൾക്ക് പിന്നിലെ രാസവസ്തുക്കൾ, അതാണ് മെഡിസിനായിട്ട് വരുണവൃക്ഷത്തിലെ മരുന്ന്. അത്തരം മരുന്നുകൾ വേണം. അപ്പം മരുന്ന് വേണം, പഥ്യങ്ങളെല്ലാം പ്രധാനമാണ്. അതിന് ഏകോപിക്കുന്ന ഇന്ദ്രനും വേണം. അവിടെ എന്തുമുണ്ട്? അഗ്നിയും വേണം. അഗ്നി എന്ന് പറയുന്നത് നമുക്കറിയാം, ഏത് രാസപ്രവർത്തനം നടക്കുമ്പോഴും അവിടെ ഒരു പ്രത്യേക അഗ്നിയിലാണ് നടക്കുന്നത്. രാസപ്രവർത്തനത്തിലെല്ലാം പങ്കെടുക്കുന്ന ഒരു ശക്തി അഗ്നിയാണ്, ഊർജമാണ്. എന്ത് പ്രവർത്തനം നടക്കുമ്പോഴും അവിടെ ഊർജത്തിന് വലിയ സ്ഥാനമുണ്ട്. ഒരു കോഴിമുട്ട വിരിയുന്നതിന് ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആവശ്യമാണ്. അതിൽ കൂടിയോ കുറഞ്ഞാലോ ആയാൽ വിരിയില്ല. അതുമാതിരി ഏത് രാസപ്രവർത്തനം, വെള്ളം തിളക്കണ്ടിക്കൽ ഒരു ടെമ്പറേച്ചറുണ്ട്, 100 ഡിഗ്രിയിലാണ്. 100 ഡിഗ്രിയിലേ അത് തിളക്കും. അപ്പോൾ അത്രയും ഊർജം കൊടുത്തേ പറ്റൂ. അതുമാതിരി ഏത് രാസപ്രവർത്തനം നടക്കണ്ടെങ്കിലും അതിൻ്റേതായ ടെമ്പറേച്ചർ ഉണ്ടാകുമ്പോഴാണ് അത് നടക്കുന്നത്. അതിനാണ് അഗ്നി മുഖേന. അപ്പോൾ ആ അഗ്നിയും കൂടി ഉണ്ടാകുമ്പോൾ അവിടെ ആ മരുന്നുകൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കും. ഈ രോഗാണുക്കളെയെല്ലാം നശിപ്പിക്കും. അതിന് ഇന്ദ്രൻ, ആ രാസപ്രവർത്തനങ്ങൾക്കെല്ലാം പിന്നിൽ ഇന്ദ്രൻ്റെ പ്രേരക ശക്തിയും അവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ക്ഷയരോഗത്തെ മാറ്റുക തന്നെ ചെയ്യാം. ക്ഷയരോഗം മാറാതെ ഒരു അസുഖമൊന്നുമല്ല. നമ്മൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്, പണ്ട് കാലത്തൊന്നും ക്ഷയരോഗം മാറ്റാൻ പറ്റില്ലായിരുന്നു, ഇന്നാണ് മരുന്നെല്ലാം കണ്ടുപിടിച്ച്. അങ്ങനെയൊന്നുമല്ല. ഇത് ശരിയായി മാറ്റാൻ പറ്റുന്ന രോഗം തന്നെ ആണെന്ന് തന്നെയാണ് അഥർവവേദം നമ്മളെ ഇവിടെ പഠിപ്പിക്കുന്നത്.